അറിയോന്നറിയില്ല, കാലിക്കറ്റ് ടൗണിലെ ഓൾമോസ്റ്റ് ബിസിയസ്റ്റ് CA-കളിൽ ഒരാളാണ് തരുൺ. സോ നമുക്ക് ടാക്സേഷനെ കുറിച്ചിട്ടും അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടും പറഞ്ഞു തരാൻ ഇതിലും നല്ലൊരു ആള് വേറെ ഇല്ല. സോ ട്രയോഡേസിന്റെ ഭാഗമായിട്ട് താങ്ക് യു തരുൺ ഫോർ ബീയിങ് ഹിയർ വിത്ത് us. Thank you. And welcome Sajid, the chairman, and entire zone officers and presidents. Wishing you a happy and good training, a fruitful session. Thank you all. Okay, thank you Anupji. അനൂപ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ നട്ടലാണ് അനൂപ്ജി. എന്തായാലും എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്കൊരു സെഷൻസ് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. എനിവേ എല്ലാവരെയും ഒന്നുകൂടി വെൽക്കം ചെയ്യുകയാണ് JCI സോൺ 21 വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ ഫ്ലോർ നമ്മുടെ തരുൺജിക്ക് വേണ്ടിയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. തരുൺജി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഡോക്യുമെന്റ് ഷെയർ ചെയ്യാനുണ്ടോ? അത് എനിക്ക് ഷെയർ സ്ക്രീനിന്റെ ഓപ്ഷൻ ഒന്ന് തന്നാൽ മാത്രം മതി. ആദ്യം ഒരു 5-10 മിനിറ്റ്സ് സംസാരിച്ചിട്ടാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു മിനിറ്റ് ഐ വിൽ മാനേജ്. I'm making you co-host. Okay. You can share. Okay, you can start. I can start, right? Okay. Yeah. All right. Good evening, everyone. I am Tarun Jagdish. In the profession wise, I am a chartered accountant, but by passion, I am a trainer. 1 minute, Sajid bhai, some people are entering the room, so I have to admit access, right? Can't we be a co-host in this? No issue. I will manage for the entry. No issue. Okay. So I don't have to worry about that, right? Oh, don't worry. You just continue with your class. Okay. All right. So as I mentioned earlier, friends, I am actually a chartered accountant by profession, but a trainer by passion. And thank you, Anup, for giving me this wonderful opportunity of coming here and presenting some of the ideas that are there in my mind. Anup actually എന്നോട് പറഞ്ഞിരുന്നത് ഒരു ഡീറ്റെയിൽ ടെക്നിക്കൽ സെഷൻ ഓൺ ടാക്സേഷൻ എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ അന്നേ അനൂപിനോട് പറഞ്ഞു, ഒരു സാറ്റർഡേ രാത്രി 10 മണിക്ക് ഞാൻ ടാക്സിന്റെ മുകളിൽ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർക്ക് അത് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കുറെ ആൾക്കാർ സെമിനാർ എടുത്ത് ഉറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു ഡിഫറെന്റ് വേയിലാണ് ഇന്നത്തെ സെമിനാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം അവൈലബിൾ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനീഷ്യലി ഐ വിൽ ടോക്ക് അബൌട്ട് എ വെരി പവർഫുൾ ബുക്ക് വിച്ച് ഇൻസ്പയർഡ് മീ. ദ നെയിം ഓഫ് ദിസ് ബുക്ക് ഇസ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഈ ബുക്കിൽ കുറെ ഫൈനാൻഷ്യൽ ലെസൺസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ബുക്കിന്റെ കുറെ ഇൻസ്പയറിംഗ് ലെസൺസ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻസ് ഒക്കെയാണ് കുറെ ക്ലയൻസിന് വേണ്ടി ചെയ്യുന്നതും അവിടെ നല്ല റിസൾട്ട് കാണുന്നുമുണ്ട്. അപ്പോൾ rather than making it an only tax session, I thought of making it a financial class where you can ask me your doubts about your business, or it can be about taxation also. നിങ്ങൾക്ക് മൈൻഡിൽ വരുന്ന എന്ത് സംശയം നിങ്ങൾക്ക് ചോദിക്കാം. There is no concern in that. I will be helping you out in that. But the session will be more of a interactive session later on. Initially ഞാൻ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ് ബുക്കിന്റെ തിയറി ഒന്ന് പറഞ്ഞു തരും, and then we will discuss based on that. Okay, so let me start with this book. Friends, ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് 2019 ഈ ബുക്ക് വായിക്കുന്നത്. ബട്ട് ഈ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത മെജോറിറ്റി മിസ്റ്റേക്സും ഞാൻ ആ ബുക്കിൽ ശരിക്കും പറഞ്ഞ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. ദാറ്റ് ബുക്ക് ഈസ് പ്രൊവൈഡിങ് ഓൾ ദോസ് ഡീറ്റെയിൽസ്. ദാറ്റ് ഈസ് വെൻ ഐ റിയലൈസ് ദാറ്റ് ഞാൻ ഒരു CA ആണ്, ഫൈനാൻഷ്യലി എക്വിപ്ഡ് ആയ ഒരാളാണെങ്കിലും എനിക്കും വരെ ഫൈനാൻഷ്യലി കുറെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ മിസ്റ്റേക്സ് ഞാൻ അടികിട്ടി പഠിച്ച് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ ഒരു അവയർനെസ് ഉണ്ടാവില്ല. And that is how I thought I will talk about this book, a wonderful book, Rich Dad, Poor Dad, some lessons of this book. Friends, the better way to share with you the lessons of this book would be by sharing some experiences that happened in my own life. In the life that is the best way I can share my experiences with you, and you will also understand things better. So ആദ്യം ഞാൻ ഒരു small brief about how I started my career, what are the mistakes that I made, how I overcome those mistakes, and how the same learning I learned later on in this book called as Rich Dad Poor Dad. Friends, 2010 എന്നൊരു ഇയറിലാണ് ഞാൻ എൻ്റെ CA ക്വാളിഫൈ ചെയ്തത്. ഓക്കെ, അപ്പം ക്വാളിഫൈ ചെയ്യുമ്പം തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു ജോലി എടുക്കാം, വേണമെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ബിസിനസ് വെർ ഐ ക്യാൻ സ്റ്റാർട്ട്. ഐ വിൽ ബി ഇൻഡിപെൻഡന്റ്ലി ഗെറ്റിംഗ് ക്ലയൻറ്റ്സ് ഓൺ മൈ ഓൺ. സോ നോർമലി
നമുക്ക് വരുന്ന ഒരു ടെൻഡൻസി എന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സേഫ് ആയിരിക്കണം. എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമൊന്നുമില്ല. വെറുതെ ഞാൻ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പുതിയ ക്ലയൻസ് കിട്ടുമോ എനിക്കറിയില്ല. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ? ഒരു ജോലി എടുക്കുക, റിലാക്സ് ആയിട്ട് ഇരിക്കുക, മാസം മന്ത്ലി ബാങ്കിൽ എന്റെ സാലറി വരും, ആ സാലറി എടുക്കുക, ബി ഹാപ്പി വിത്ത് ദ സാലറി. അങ്ങനെയാണ് ഞാൻ അന്ന് കുറെ ജോബ്സ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് കാലിക്കറ്റിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ മലബാർ ഗോൾഡിൽ ഒരു ജോലി എടുത്ത് അതിൽ കയറി. ഓക്കെ, വെരി റിലാക്സ് ജോബ്. ഓക്കെ, ഒരു സ്ഥലത്ത് 9:30 രാവിലെ പോയിട്ടിരിക്കാം, 7:30 വരെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാം. 7:30 കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലോട്ട് പോവാം. നല്ല ക്യാബിൻ ഉണ്ട്, AC ഫുൾ ഡേ. രാവിലെയും വൈകുന്നേരം ചായ കൊണ്ടുവരും, ഒരു ടെൻഷനും ഇല്ല. വർക്ക് ചില ദിവസങ്ങൾ ബോർ അടിക്കുകയാണെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, റിലാക്സ് ചെയ്തിരിക്കാം. കുറച്ച് വർക്ക് ചെയ്യാം, കുറച്ച് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ മന്ത്ലി സാലറി കിട്ടുന്നു. ഐ എം റിലാക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ എന്റെ ലൈഫ് മുമ്പോട്ട് നീങ്ങി. Then slowly I jumped to another company called VKC Footwear. VKC Footwearൽ ഞാൻ അവിടുത്തെ ഓൾമോസ്റ്റ് there were 40 factories. അതെല്ലാത്തിന്റെയും ഓവറോൾ ഫൈനാൻഷ്യൽ മാനേജർ ആയിട്ടായിരുന്നു കയറിയിരുന്നത്. അവിടെ I was getting very good salary, good ഒരു ക്യാബിനൊക്കെ കിട്ടി. All the bank managers, all the top level people എന്നെ കാണാൻ വേണ്ടി വരും. So I am very relaxed. എനിക്ക് മന്ത്ലി സാലറി കിട്ടുന്നുണ്ട്, എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. I am very happy. പക്ഷേ 2 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഉള്ളിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു തുടങ്ങി. ഓക്കെ, മൺഡേ ടു സാറ്റർഡേ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ലീവിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അതേപോലെ എനിക്ക് എന്റെ രീതിയിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. സാലറി കിട്ടുന്നുണ്ടെന്നല്ലാതെ ഐ എം ആക്ച്വലി സാക്രിഫൈസിങ് മൈ മൺഡേ ടു സാറ്റർഡേ ഓൺ എ ജോബ്. സോ ദാറ്റ് ഈസ് വെൻ ഐ ഡിസൈഡഡ് ഒരു കാര്യം ചെയ്താലോ, മെല്ലെ ഒന്ന് ജോലിയിൽ നിന്ന് മാറിയിട്ട് പ്രാക്ടീസിലൂടെ ഇറങ്ങി നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യമാണ് അന്ന് എന്റെ മൈൻഡിലോട്ട് വന്നത്. ഫ്രണ്ട്സ്, ഈ ചോദ്യം അന്ന് മാത്രമല്ല 2010 വന്നിട്ടിരുന്നു, 2011 വന്നിട്ടിരുന്നു. എല്ലാ പ്രാവശ്യവും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെയും മനസ്സിലൊരു പേടിയുണ്ട്. ഈശ്വര, അത് വിട്ട് പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലോ, ഹൗ വിൽ ഐ സർവൈവ്? There was a deep fear inside me. One was fear and the other one is what I call it as greed. എനിക്ക് മന്ത് എൻഡ് ആകുമ്പോൾ നല്ല ക്യാഷ് കിട്ടുന്നുണ്ട്. Why should I simply leave that cash and take it to get into business? But finally ഒരു ദിവസം I decided ഇതെല്ലാം നിർത്താം. Let me leave it completely and let me get into practice. That is how finally on a war footing in 2014 I decided to enter into practice. So friends, suddenly എനിക്ക് നല്ലൊരു AC cabin, all top level people കാണാൻ വരും, നല്ല റെസ്പെക്ട് കിട്ടുന്നുണ്ട്, അതേപോലെ നല്ല സാലറി കിട്ടുന്നുണ്ട്. അതൊക്കെ മാറിയിട്ട് I took a small space in Calicut near Dubai Bazaar, 500 square feet. ഒരു ചെറിയ സ്ഥലത്ത് എടുത്തിട്ടാണ് എന്റെ ഓഫീസ് തുടങ്ങിയത്. ഫസ്റ്റ് 6 months കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. Then that whole tension തുടങ്ങി. വെറുതെ എന്തിനാണ് ഞാൻ ഈ ജോലിയൊക്കെ വിട്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എല്ലാ സൈഡിനും അടി ഇടാൻ തുടങ്ങി. അടി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് റിയലി ബാഡ്. ബിക്കോസ് ആദ്യം കുറച്ച് ക്ലയൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ക്ലയൻസിന്റെ കയ്യിൽ കുറെ ചെയ്ത് വെക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ കുറെ അടി ഇട്ടി തുടങ്ങി. അവരുടെ കയ്യിൽ മാത്രമല്ല, ദ മോർ സർപ്രൈസിംഗ് തിങ് വാസ് ഐ വാസ് ഗെറ്റിംഗ് ഇൻസൾട്ടഡ് ബൈ മൈ ഓൺ സ്റ്റാഫ് ഓൾസോ. ഒരാളൊരു ഇന്റർവ്യൂ എന്ന് വന്നു, എന്റെ ഓഫീസ് ഒന്ന് 500 സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസ് കണ്ടിട്ട് ഇവിടെ കാര്യമായിട്ട് വർക്കൊക്കെ ഉണ്ടോ, എനിക്ക് സാലറി ഇൻക്രിമെന്റ് ഒക്കെ കിട്ടുമോ, ഇങ്ങോട്ട് ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ അങ്ങോട്ടല്ല, അയാൾ ഇങ്ങോട്ടാണ് എന്റെ ഇന്റർവ്യൂ എടുത്തത്. എനിക്ക് നല്ല ഓഫീസാണോ, നല്ല വർക്ക് ഉണ്ടോ, ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഹ്യൂമിലിയേറ്റഡ് ബൈ മൈ സ്റ്റാഫ്, ഇൻസൾട്ടഡ് ബൈ ദ ക്ലയൻസ് ആൻഡ് ഇൻസൾട്ടഡ് ബൈ അതർ പീപ്പിൾ ഓൾസോ അറൗണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മാസം ഞാൻ എന്റെ റെന്റ് അടയ്ക്കാൻ ഒരു 3 ദിവസം ഡിലേ ആയി പോയി. ലാൻഡ് ലോഡ് ഭയങ്കര ദേഷ്യപ്പെട്ടതാണ്, പെട്ടെന്ന് വിളിച്ച് ഫുൾ ലെഫ്റ്റ് റൈറ്റ് കുറെ ചീത്ത പറയുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, എന്റെ ഫസ്റ്റ് 1 year 2014 വാസ് എ ഡിസാസ്റ്റർ. ആ കൊല്ലം ഒരു മാസം മന്ത് എൻഡ് ആവുമ്പോൾ എനിക്ക് കയ്യിൽ ഒരു പേയ്മെന്റും കിട്ടുന്നില്ല. അത് മാത്രമല്ല, കയ്യിൽ നിന്ന് അങ്ങോട്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ദാറ്റ് 5 lakh 10 lakh എന്തൊക്കെ ചെലവ് വരുന്നു. സാലറി വന്നാൽ സാലറി കൊടുക്കണം, റെന്റ് വന്നാൽ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി വന്നാൽ കൊടുക്കണം. പക്ഷെ ഒന്നും റിട്ടേൺസ് കിട്ടുന്നില്ല. First, I started doubting whether I have made a mistake by doing business. I was happy sitting in a company, getting some good salary. എന്തിനാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നത്? ബട്ട് ഫ്രണ്ട്സ്, 2ാമത്തെ വർഷം 2015 തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. ഓരോ പ്രാവശ്യവും എനിക്കിങ്ങനെ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് വേർ ആക്ച്വലി എക്സ്പീരിയൻസസ്. വൺ ലെസൺ വാട്ട് ഐ ലേൺ വാസ്, ഒരു പ്രാവശ്യം ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ആ മിസ്റ്റേക്ക് ഞാൻ ജീവിതകാലം വരുത്തില്ല. Like that, every time one mistake was happening, I was correcting the mistake. Another mistake was happening, I was correcting that mistake. Slowly, അങ്ങനെ ശരിയാക്കി വന്നപ്പോഴത്തേക്കും ഒരു 2015 end ആവുമ്പോഴത്തേക്കും somehow I could manage a break-even point in my Calicut office.
അങ്ങനെ 2015 ഒന്ന് ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 2016 വാസ് ദ ഫസ്റ്റ് ഇയർ വെൻ ഐ മെയ്ഡ് പ്രോഫിറ്റ്. ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ആയിരുന്നു. എന്റെ സാലറി വെച്ച് നോക്കുമ്പോൾ അതൊരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലൈഫ് പ്രോഫിറ്റ് ആയിരുന്നില്ല. പക്ഷേ അവിടെ വന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഫിറ്റ് ഇനി മുതൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഓഫീസിൽ ഒരു ടീം ഉണ്ട്. ദ ടീം വിൽ സപ്പോർട്ട് മീ, ദ ടീം വിൽ വർക്ക് വിത്ത് മീ, ദേ വിൽ വർക്ക് ഫോർ മീ ആൻഡ് ഐ വിൽ ജനറേറ്റ് പ്രോഫിറ്റ്. 2016 വരെ എന്റെ ഓഫീസിന്റെ സിസ്റ്റം ഞാൻ സ്ട്രോങ് ആക്കി, സ്റ്റേബിൾ ആക്കി മാറ്റി. വൺസ് എ സിസ്റ്റം ഇസ് വെരി സ്ട്രോങ് ആൻഡ് വെരി സ്റ്റേബിൾ, ഇനീഷ്യലി കൊടുത്ത 10 മണിക്കൂറാണോ 12 മണിക്കൂറാണോ 18 മണിക്കൂറാണെങ്കിലും 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എനിക്കൊരു മാസത്തിൽ 5 ദിവസത്തിന്റെ മുകളിൽ സമയം ചെലവാക്കേണ്ട ആവശ്യം വരില്ല. So friends, what I created over there was an asset which will give me profit now forever. പക്ഷേ I don't have to spend my time over there forever. I just have to supervise and take things forward. അങ്ങനെ കോൺഫിഡൻസ് കിട്ടിയിട്ടാണ് മെല്ലെ ഞാൻ അവിടുന്ന് കൊച്ചിയിലോട്ട് പോയതും കൊച്ചിയിൽ വേറെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് സമയം കൊച്ചിയിൽ ചെലവാക്കി. കാലിക്കറ്റിൽ കാര്യങ്ങൾ റൺ ചെയ്യുന്നു, സിസ്റ്റം ഇസ് ഇൻ പ്ലേസ്, തിങ്സ് ആർ മൂവിങ്, ഐ ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് മൈ ടൈം ഇൻ കാലിക്കറ്റ്. സോ കാലിക്കറ്റ് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതേ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? കൊച്ചി ഡെവലപ്പ് ചെയ്യാൻ പറ്റി. നൗ കുറെ അടി ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ആദ്യത്തെ 2 വർഷം ഫുൾ സെറ്റുകൾ തന്നെ ആയിരുന്നു. ഒരുപാട് അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ കയറുമ്പോൾ ഓൾറെഡി ഐ ഹാവ് എക്സ്പീരിയൻസ്. So opening an office over there was not difficult. It became very, very easy. പിന്നെയാണ് എന്റെ നെക്സ്റ്റ് മൈൽസ്റ്റോൺ വന്നത്, ലെറ്റ്സ് ട്രൈ ഇൻ ദുബായ്. അങ്ങനെ ഐ ഫ്ലൈറ്റ് ടു ദുബായ്. 3 months പ്യൂർലി ഇൻ ദുബായ് ആയിരുന്നു. ബട്ട് ഈവൻ ദെയർ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വാസ് ദെയർ വിച്ച് ഐ ഡെവലപ്ഡ് ഫ്രം ദി കാലിക്കറ്റ് ഓഫീസ്. ആൻഡ് ഫ്രണ്ട്സ്, ലൈക്ക് ദാറ്റ്, slowly and steadily, in the last 7 years, I have now built up 6 offices. In Calicut, Kochi, Trivandrum, 1 in Dubai, 1 in Bahrain, and last month we opened another office in Oman. And today I can say proudly that these offices are my biggest assets, because even when I'm sleeping, I'm making money from these offices. And this is one of the biggest rules that I learned from this book called as Rich Dad, Poor Dad, which says that we should not work for money, but money should work for us. With this, I would like to share with you a PowerPoint presentation, and I would like to show you how this book, Rich Dad, Poor Dad, actually works. 1 minute, friends. Okay. Friends, in the screen, just chat and let me know yes, just for a confirmation. Yeah, clear. Okay. Friends, ഈ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ ഇറ്റ്സ് എ വെരി ബേസിക് തിയറി ഓഫ് ദിസ് ബുക്ക്. It's about a small kid. This kid was actually having a father. This father was working as a professor in a college. അയാൾക്ക് സാലറി monthly കിട്ടിക്കൊണ്ടിരിക്കുന്നു. He also has an uncle. Okay, ഈ അങ്കിൾ എന്ന് പറയുന്ന ആൾ ഒരു ബിസിനസ്മാൻ ആണ്. He is making a lot of money. His father is poor, his uncle is rich. So that is how they came up with the theory, Rich Dad, Poor Dad. ഒരു ചെറിയ കുട്ടിയായിട്ട് ഇയാളുടെ ഫാദർ ആയിട്ട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇയാളുടെ അങ്കിളിന്റെ അടുത്ത് പോകുമ്പോൾ കേൾക്കുന്നതും. I will show you a few examples of what the rich dad told him and what the poor dad told him. അപ്പൊ ഇയാളുടെ അങ്കിളിനെ ഈ കുട്ടി പേര് കൊടുത്തിരിക്കുന്നത് ഇയാൾ എന്റെ റിച്ച് ഡാഡ് ആണ്, അയാളുടെ സ്വന്തം ഫാദർക്ക് കൊടുത്ത പേരാണ് poor dad. Like that, he gave some beautiful learnings which poor dad told versus what rich dad was saying. Poor dad പറഞ്ഞ point number 1 ആണ്, the love for money is the cause of all evils. So in this world, if evil is there, it is because of money. അത് ശരിയാണ്. തിയറിക്കലി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഗ്രീഡ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തെറ്റ് കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷേ what the rich dad told was the lack of money is the cause of all the evils. അതും ശരിയാണ്. If I don't have money, എൻ്റെ അടുത്ത് മണി ഇല്ലെങ്കിലും I will end up being evil. ഒരുപാട് പൈസക്ക് ആഗ്രഹിച്ചാലും I will become evil. But if you look at the theory, രണ്ടും ശരിയാണ്, പക്ഷെ ഓരോ ആൾ പറയുന്ന രീതി ഡിഫറെന്റ് ആണ്. Poor dad പറഞ്ഞ സെക്കൻഡ് ഒരു തിയറി ആണ്, taxes are a way of punishing the rich and reward for those who don't produce. So if I don't produce, I don't have to pay taxes. ഇതാണ് poor dad പറയുന്നത്. But what does the rich dad say? Taxes should be paid by the rich. നമ്മൾ ടാക്സ് അടച്ചാൽ മാത്രമേ പാവപ്പെട്ട ആൾക്കാർക്കും കാര്യങ്ങൾ കിട്ടുള്ളൂ. സോ രണ്ടുപേരും ഒരേ കാര്യത്തിനെ കാണുന്ന രീതി ഡിഫറെന്റ് ആണ്.
The other one important thing what poor dad said is study hard so you can get a good job. നന്നായിട്ട് പഠിക്കൂ, നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണ്ടേ. But the rich dad says study hard so that you can buy a rich company. ഫ്രണ്ട്സ്, ഒരേ കാര്യം രണ്ടുപേരും രണ്ട് രീതിയിൽ പറയുമ്പോഴാണ് ഈ കുട്ടി കൺഫ്യൂസ്ഡ് ആവുന്നത്. ആരാണ് ശരി, ആരാണ് തെറ്റ്? അപ്പം ലാസ്റ്റ് വൺ വാട്ട് ദ പുവർ ഡാഡ് സെഡ് വാസ് ദ റീസൺ ഐ എം നോട്ട് റിച്ച് ഇസ് ബിക്കോസ് ഐ ഹാവ് യു കിഡ്സ്. നിങ്ങളുടെ കാര്യം ഫുൾ ടൈം നോക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കുമ്പോൾ എനിക്ക് ഫണ്ടില്ല. ബട്ട് ദ rich dad says the reason I must be rich is because of you. Because I have you kids, I should be rich. So friends, here this gives a very different shift of what the poor dad says and what a rich dad says. ഈ ബുക്ക് പറയുന്ന ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ലൈഫിൽ റിച്ച് ആവണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം. ഓൾറൈറ്റ്, വി ഹാവ് ടു തിങ്ക് ദാറ്റ് മണി ഈസ് നോട്ട് സംതിങ് ബാഡ്, മണി ഈസ് ഗുഡ്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഞാനിപ്പം 7 കൊല്ലം ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈവൻ ദോ ഞാൻ അധികം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുകയാണെങ്കിലും എനിക്ക് ഈ പൈസ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് വലുതാവണം, എൻ്റെ ക്ലയൻസ് വലുതാവണം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സപ്ലയേഴ്സ് വലുതാവണം. ഇവരെല്ലാവരെയും വലുതാക്കാതെ ഞാൻ ഒരിക്കലും വലുതാവൂല. സോ ഐ ഡു നോട്ട് മേക്ക് മണി വിതൗട്ട് ഹെൽപ്പിംഗ് അതേഴ്സ്. ഇഫ് ഐ എം പുവർ, ഐ ഡോണ്ട് മേക്ക് മണി മൈസെൽഫ്. I don't help others also to make money. That is the difference between a poor dad and a rich dad. Now friends, another wonderful wording which I saw in the book, I am not interested in money, yet they work for 8 hours in a day. Very true. എല്ലാവരും പറയും എനിക്ക് പൈസക്ക് അത്ര ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ട്രിപ്സിന് പോകണം. പക്ഷെ എത്ര പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ ചെയ്യുക? ഒരുപാട് വർക്ക് ചെയ്യും. എന്തിനാ വർക്ക് ചെയ്യുന്നത്? ടു മേക്ക് ദിസ് മണി സോ ദാറ്റ് വി ക്യാൻ സർവൈവ്. This is mainly because of one reason ഞാൻ നേരത്തെ പറഞ്ഞത്, fear and greed. I will come to that point later. There is a big difference between being poor and being broke. Broke is temporary, poor is eternal. Friends, broke and poor, ഈ രണ്ട് വാക്കിന്റെ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ it is very simple. Broke എന്ന് പറഞ്ഞാലും poor എന്ന് പറഞ്ഞാലും എന്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നാണ് എന്റെ അർത്ഥം. പക്ഷേ പുവർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മൈൻഡിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂല. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ even though I don't have money, I know, I believe in myself that yes, I can make money in the future, I can become rich. I'll go to the next slide with that. People live forever is controlled by 2 emotions, friends, fear and greed. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കൊരു ജോലി ചെയ്തിട്ട് ഞാൻ ഒരു ബിസിനസ്സിലോട്ട് മാറാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 ഫാക്ടേഴ്സ് എന്തായിരുന്നു? എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, ജോലി മാറിക്കഴിഞ്ഞാൽ എന്റെ സാലറി നഷ്ടപ്പെടും. ഗ്രീഡ്, എനിക്ക് പൈസ കിട്ടുമ്പോൾ അത് ഒഴിവാക്കാൻ താല്പര്യമില്ല. സോ ഫ്രണ്ട്സ്, ഇഫ് വി ആർ അഫ്രേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇഫ് വി ആർ ഗ്രീഡി ഓഫ് ജസ്റ്റ് ഗെറ്റിംഗ് സേഫ് മണി, വി വിൽ നെവർ ഗ്രോ ഇൻ ലൈഫ്. നമുക്ക് ശരിക്കും ലൈഫിൽ വലുതാവണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് റിസ്ക്. റിസ്ക് എടുക്കാതെ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് നീങ്ങാൻ പറ്റൂല. പക്ഷേ റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പറ്റി പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് മാത്രമേ റിസ്ക് എടുക്കാൻ പാടുള്ളൂ. വെറുതെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടത്തിലോട്ട് മാറും. ഹാവ് യു ഹേർഡ് ഓഫ് എ പേഴ്സൺ കോൾഡ് ആസ് വാറൻ ബഫേ? വാറൻ ബഫേ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ട് വേൾഡിൽ വന്ന വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺസ് ആയിരുന്നു വാറൻ ബഫേ. അയാൾ എങ്ങനെയാണ് റിച്ചസ്റ്റ് പേഴ്സൺ ആയതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 6 മണിക്കൂർ റിസർച്ച് ചെയ്യും. ഡെയിലി 6 hours. രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ 12-1 മണി വരെ ഇരുന്ന് ബുക്സ് വായിക്കലാണ് ഓൺ കമ്പനീസ്. അത്രയും റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നഷ്ടം വരില്ല. The rich don't work for money, the money works for them. Now I come to the financial side of that. So far I was talking about the theory of rich dad poor dad. ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, why teach financial literacy? എന്തുകൊണ്ടാണ് ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്നത്? ഫ്രണ്ട്സ്, അതിന്റെ റീസൺ വളരെ എളുപ്പമാണ്. Down I have given it. It is not how much money you make. It is how much money you keep. പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അവസാനം എന്റെ കയ്യിൽ എത്ര ഫണ്ട് ഉണ്ട്, അതാണ് വളരെ ഇമ്പോർട്ടന്റ്. സോ വാട്ട് പ്രോബ്ലം വി മേക്ക് ഇസ് ദാറ്റ് നമ്മൾ കുറെ പൈസ ഉണ്ടാക്കുകയാണെങ്കിലും അത് എത്ര സ്പീഡിലാണ് നഷ്ടപ്പെടുന്നത് അതും കൂടി നമ്മൾ കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. And here comes the landmark theory of rich dad poor dad, which says the rich acquires assets, the poor acquires liability. Friends, a very, very important theory. I want to go in depth of this. Rich acquires asset, poor acquires liability. ഞാൻ ഒരു റിച്ച് പേഴ്സൺ ആണെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും അസറ്റ്സിന്റെ മുകളിലാണ്. Now, assets എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാൻഡ് ഒരു അസറ്റ് അല്ലേ?
ബിൽഡിംഗ് ഒരു അസറ്റ് ആണ്. അതേപോലെ വൺ കാർ, ഇഫ് യു ബൈ എ കാർ, നമ്മുടെ അക്കൗണ്ടിങ് ബുക്സിൽ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു അസറ്റ് ആണ്. ഗോൾഡ് അത് വേറൊരു അസറ്റ് ആണ്. റിച്ച് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അസറ്റ്സിന്റെ മുകളിലാണ്. പക്ഷേ റിച്ച് ഡാഡ് പുവർ ഡാഡിൽ അസറ്റ്സിന്റെ ഡെഫിനേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഐ വുഡ് ലൈക്ക് ടു ഷോ യു ദ ഡെഫിനേഷൻ. ഇതാണ് അസറ്റ്സ് ലയബിലിറ്റി ഡെഫിനേഷൻ ആസ് പെർ ദ ബുക്ക്. നിങ്ങളൊരു അക്കൗണ്ടിങ് എക്സ്പെർട്ട് ആണെങ്കിൽ ചിലപ്പോൾ അത് സമ്മതിക്കണം എന്നില്ല. പക്ഷേ ഈ ബുക്കിന്റെ തിയറി പ്രകാരം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഗിവൻ ഓവർ ഹിയർ. ലാൻഡ്, ബിസിനസ്, സ്റ്റോക്ക്, ഗോൾഡ്, എക്സാമ്പിൾ, ഓക്കെ, എക്സെട്ര. വേറെ കുറെ കാര്യങ്ങൾ വരാം. അക്കോർഡിംഗ് ടു ഹിം ഇതെല്ലാം എന്താണ്, അസറ്റ്സ് ആണ്. പക്ഷേ റിച്ച് ഡാഡ് പുവർ ഡാഡ് സേസ് ഒരു വീട് ലയബിലിറ്റി ആണ്. വൺ കാർ ഇസ് എ ലയബിലിറ്റി, ലോൺ ഇസ് എ ലയബിലിറ്റി. ഇവിടെയാണ് മാക്സിമം ഒരു ആർഗ്യുമെന്റ് ഞാൻ എന്റെ ലൈഫിലും ഫേസ് ചെയ്തിരിക്കുന്നതും. ഐ ഹിയർ ഇറ്റ് ഫ്രം മെനി പീപ്പിൾ. ഹൗസ് ഇസ് എ നെസസിറ്റി, എല്ലാവർക്കും വീട് വേണം. ഐ ഡു നോട്ട് ഡിനൈ ദാറ്റ് ഫാക്ട്. പക്ഷേ വൈ ഹി കോൾസ് ഇറ്റ് ആസ് എ ലയബിലിറ്റി ഇസ് ബിക്കോസ് നമ്മൾ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് സപ്പോസ് ഞാനൊരു 10 ലക്ഷം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ ആ ലാൻഡ് എന്താ ചെയ്യുക, അപ്രീഷിയേറ്റ് ആണ് ചെയ്യുക. പക്ഷെ അതേ സമയത്ത് ഞാൻ സെയിം 10 lakhs ഒരു ഹൗസിൽ ഇടുകയാണെങ്കിൽ ഹൗസിന്റെ വാല്യൂ കൂടുന്നത് അതിന്റെ താഴെയുള്ള ലാൻഡ് കാരണം മാത്രമാണ്. അല്ലാതെ ഹൗസ് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. ഹൗസ് എന്ത് ചെയ്യുള്ളൂ, ഡിപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, ഹൗസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നത് മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ് കൂടുന്നത്. Maybe I'll just write down over here and show you. Okay, once I take a land or if I take a gold, ഇത് രണ്ടും ഒന്ന് ഞാൻ പറഞ്ഞത് it will appreciate. That means it is going to provide me income. But if you talk about a house or if you talk about a car, ഇത് രണ്ടും ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. It will only depreciate. അത് മാത്രമല്ല, ഇതിന്റെ മുകളിൽ കുറെ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഇത് വരുമ്പോൾ നമ്മുടെ എന്താണ് കൂടുന്നത്, expense ആണ് കൂടുന്നത്. Alright, so if I just show you over here, 1 minute, okay, just give me a minute. Okay, alright, I'll just change the background. Alright, okay, this looks good. Sorry friends. Okay, so I'll just take a fresh page now and I'll write down over here. So friends, there are two things coming over here: asset, we have liability, we have income, and we have expense. Okay, normally with asset, for example, if I put some money in land or if I put some money in gold, ഇത് വെച്ചാൽ എനിക്ക് എന്താണ് കൂടുന്നത്, എൻ്റെ ഇൻകം ആണ് കൂടി വരുന്നത്. ലയബിലിറ്റി, അക്കോർഡിംഗ് ടു ദിസ് ബുക്ക്, ഹൗസ് ഇസ് എ ലയബിലിറ്റി. നമ്മുടെ ഫൈനാൻഷ്യൽ ബുക്സിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹൗസ് എപ്പോഴും ഒരു അസറ്റിലാണ് കിടക്കുക. കാർ ഇസ് എ ലയബിലിറ്റി. വൈ? ബിക്കോസ് ഇത് രണ്ടും വരുമ്പം എൻ്റെ എക്സ്പെൻസ് ആണ് കൂടുക. എനിക്ക് എപ്പോഴും എൻ്റെ ഇൻകം കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. ദ റിച്ച് will focus always on assets. Why? Because asset column എത്ര വലുതായിക്കൊണ്ട് പോവോ അത്രയും നമ്മുടെ ഇൻകം വലുതായിക്കൊണ്ടിരിക്കും. ഇൻകം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ്സ് കൂടുതൽ കിട്ടുമ്പോഴാണ് we are more relaxed. So that is what this book says, friends. Assets are those which appreciate and liabilities are those which depreciate. Assets put money back into your pocket. നിങ്ങൾ ഒരു അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുക ചെയ്യാം. But when you talk about liabilities actually take money out of your pocket. Assets will give you income, liability will give you expenditure. Friends, ideally, when you are doing business or you're doing anything, you work for the company, you work for the government. കമ്പനിക്ക് വലുതാവാൻ വേണ്ടി വർക്ക് ചെയ്യും, ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട്, ബാങ്കിന്റെ ലോൺ റീപേ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ we have to work for ourselves also. നമുക്കും ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടണം, പ്രോഫിറ്റ് കിട്ടിയിരിക്കണം. റൈറ്റ്? വാറൻ ബഫെ ഒരിക്കലും പറഞ്ഞൊരു കാര്യമാണ്, ഐ മസ്റ്റ് മേക്ക് മണി വെൻ ഐ എം സ്ലീപ്പിംഗ്. ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് പൈസ ഉണ്ടാക്കിയാൽ പറ്റിയാൽ മാത്രമേ എനിക്ക് ലൈഫിൽ സർവൈവ് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ഐ കം ടു ദ ഫൈനൽ ലേണിംഗ് ഓഫ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. മൈ ബിസിനസ് ഈസ് മൈ അസെറ്റ്. ഓക്കെ, ഇപ്പൊ ഞാനും പല ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഐ ഹാവ് ഓഫീസ് ഇൻ കാലിക്കറ്റ്, കൊച്ചി, എക്സെട്ര. അപ്പം ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്റെ ഒരു അസെറ്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും സബ്സിക്വന്റ്ലി എനിക്ക് അവിടെ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഫോക്കസ് ചെയ്യണം,
If I'm full time working in my business, then it becomes a job. It is not the smart who goes ahead, it's the bold. Friends, ഒരിക്കലും നമുക്ക് ഫുൾ ടൈം നമ്മുടെ ബിസിനസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ബിസിനസ് അല്ല, അതൊരു ജോബാണ്, അത് മനസ്സിലാക്കണം. അങ്ങനെ ആകുമ്പോൾ അതൊരു അസെറ്റ് അല്ല, അത് വീണ്ടും ഒരു സ്ലോ ലയബിലിറ്റി ആയിട്ടാണ് മാറി വരിക. ഐഡിയലി സ്പീക്കിംഗ്, ഇഫ് യു സ്പീക്ക് അബൌട്ട് an entrepreneur, 1 minute. If we speak about an entrepreneur, അയാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ there are two things coming in this business. One is we should grow the business. Two is we should manage the business. ഈ മാനേജ്മെന്റ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്നത് ഇത് ആർക്കും ചെയ്യാം. ഇതിനു വേണ്ടി നമുക്കൊരു മാനേജറെ വെച്ചാൽ മതി. പക്ഷെ ഞാൻ കാണുന്നത് മെജോറിറ്റി എന്റർപ്രണേഴ്സും എന്ത് സംഭവിക്കുന്നു, മാനേജ്മെന്റിലോട്ട് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. അൺലെസ് യു ഗ്രോ ദ ബിസിനസ്, നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് എന്ത് കിട്ടൂല, പ്രോഫിറ്റ് കിട്ടൂല. സോ ഐഡിയലി സ്പീക്കിംഗ്, നമ്മുടെ ഒരു ബിസിനസ് ലെറ്റ് us say ഒരു മാസത്തിൽ നമുക്കൊരു 30 ഡേയ്സ് ഉണ്ടെങ്കിൽ വി ഷുഡ് ക്രിയേറ്റ് എ സ്ട്രോങ് സിസ്റ്റം. ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെന്റ് വിൽ ബി ഡൺ ബൈ ദ മാനേജർ. നമുക്കൊരു 5 ഡേയ്സ് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇൻ ദീസ് 5 ഡേയ്സ് നമുക്ക് അവിടുത്തെ റിപ്പോർട്ട്സ് റിവ്യൂ ചെയ്തുകൊണ്ട് ബിസിനസ് എവിടേക്കാണ് നീങ്ങുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ഗെറ്റ് 25 ഡേയ്സ് ഇൻ എ മന്ത് ഫ്രീ. 25 ഡേയ്സ് ഇസ് എ ബിഗ് ടൈം ഫ്രണ്ട്സ്. 25 ഡേയ്സ് നിങ്ങൾ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ just imagine if today your turnover is 2 crore, tomorrow this will easily become 5 crore. 5 crore will become 10 crore. ഇത് കൂടിക്കൊണ്ട് പോകുമ്പോൾ ഇയാളുടെ സാലറി കൂട്ടി കൊടുത്താൽ മതി. If you are paying him 50,000 today, make it 60,000 tomorrow. But here you are developing some great gain which is for what you do business. So friends, it's very important that managing the business ന് വേണ്ടി നിങ്ങൾ ഒരിക്കലും സമയം ചെലവാക്കരുത്. അതിനു വേണ്ടി ഒരു നല്ല സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഏത് വലിയ കമ്പനി നോക്കുകയാണെങ്കിലും, ആമസോൺ, സ്വിഗ്ഗി, യു ക്യാൻ ടോക്ക് അബൌട്ട് റിലയൻസ്, എനി ബിഗ് കമ്പനി യു ടോക്ക് അബൌട്ട്, വിച്ച് എവർ കമ്പനി ഐ ഹാവ് സീൻ, അവർ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് വെച്ചാൽ അവർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ആ സിസ്റ്റം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഫോർവേഡ് വെരി സ്മൂത്ത്ലി. മലബാർ ഗോൾഡ്, വൺ ഓഫ് ദി ഐഡിയൽ എക്സാമ്പിൾസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഗ്രോത്ത്. അവർ ഇനീഷ്യലി തുടങ്ങിയത് അഹമ്മദ് ഖാ, അതേപോലെ there was one more person, I don't remember the second one. ഇവർ രണ്ടുപേരും തുടങ്ങി ബിസിനസ് ഓൾമോസ്റ്റ് ലോസിൽ പോകുന്ന സമയത്താണ് ഇവർ ഒരു കൺസൾട്ടന്റിനെ വെച്ചിട്ട് ഇത് ഫുൾ ആയിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. ആ സിസ്റ്റം ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അതിന്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലായി. പിന്നെ അവർ ചെയ്തത് എന്താണ്, ജസ്റ്റ് കോപ്പി പേസ്റ്റ്. കാലിക്കറ്റിന് പല സ്ഥലത്തും പോയി ഇന്നത്തെ 200-ന്റെ അടുത്ത് ഷോറൂംസ് അവർക്കുണ്ട്. ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ദേ ക്രിയേറ്റഡ് എ വെരി വെരി സ്ട്രോങ് system and they took the system forward. The single most powerful asset we all have is our mind. If it is trained well, it can create enormous wealth. Friends, ഇതൊരു റിയാലിറ്റി ആണ്. നമ്മളിപ്പോ വെൽത്ത് എങ്ങനെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും അത് ആക്ച്വലി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിലാണ്. There is a wonderful book that you all should read. The name of the book is Think and Grow Rich. I'm not going in depth of this book. ആ ബുക്ക് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എല്ലാ ദിവസവും ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ഹൗ ക്യാൻ ഐ മേക്ക് money? Let's say you can tell, how can I make 10 crore per year? I'm giving an example. Okay, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ ഡെയിലി രാവിലെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ, maybe it will take some time, but you will get the answer for that. And slowly once you get answer for that, you will achieve it, because നമ്മൾ വിചാരിച്ചാൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വിചാരിച്ചിട്ടില്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? We cannot do unless we think. And that is what even this book says, Rich Dad Poor Dad. The single most powerful asset we all have is our mind. If trained well, it can create enormous wealth. Friends, from this I come to the final rule of this book. This book says, pay yourself first. Friends, it's a very important rule. നമ്മൾ നോർമലി ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? നമ്മൾ എല്ലാ ആദ്യം സാലറി കൊടുക്കണം, റെന്റ് കൊടുക്കണം, എല്ലാ ബിൽസും കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ്ലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ ഇൻകമും സാലറി, റെന്റ്, ബിൽസിലോട്ട് പോയിക്കോളും. ഇൻസ്റ്റെഡ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ തീരുമാനിക്കണം നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് വേണ്ടത്. Let us say we are talking about 10 crore, 10 lakh, whatever you can decide. പിന്നെ we can do a backward working. ബിൽസ് ഇത്രയാണ്, റെന്റ് ഇത്രയാണ്, സാലറി ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ റവന്യൂ ഇത്രയാണെങ്കിൽ എനിക്ക് എന്റെ ലാഭം കൂടി കയ്യിൽ കിട്ടിയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ദിസ് ബുക്ക് സേസ്. പേ യുവർ സെൽഫ് ഫസ്റ്റ്.
ആദ്യം നിങ്ങളുടെ കാര്യം വിചാരിച്ചിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ വിചാരിച്ചാലേ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം ബിസിനസ് പോയിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ഫണ്ട് ഇട്ടുകൊണ്ടിരിക്കും, തിരിച്ചൊന്നും കിട്ടൂല, ഭാവിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. Alright, now I go to the final part. Friends, I hope I am within the time limit. What is the time now? 10:30. Okay. How to practically do it? So ഈ ബുക്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇൻവെസ്റ്റ് ചെയ്യണം, വിജയിച്ചത് ബോഡി ബിൽഡിംഗിൽ വിജയിച്ചു, ആക്ടിങ്ങിൽ വിജയിച്ചു, then he also became a successful governor. He says നിങ്ങൾക്ക് ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും we have to go by 4 steps. Okay, he gave with the example of bodybuilding. Okay, he said step number 1 is what we call it as visualize. Step number 2, write down the result. Step number 3, write down the inputs. Step number 4, extreme implementation. So step number 1, he said visualize. Arnold Schwarzenegger every day morning and every day evening, he visualized himself as the greatest bodybuilders of all times. That I will be the greatest bodybuilders of all times. ഇത് എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിന് എണീച്ചാലും കാണുന്ന ഒരു വിഷയമാണ്, രാത്രി ഉറങ്ങുമ്പോഴും അത് കണ്ടിട്ട് മാത്രമേ ഉറങ്ങുള്ളൂ. അത് പറഞ്ഞ് വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം എന്റെ മൈൻഡിൽ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് റിയൽ ലൈഫിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അച്ചീവ് ചെയ്യാൻ പറ്റൂല. നമ്മളെല്ലാവരും ആസ് എന്റർപ്രണേഴ്സ് ഇവിടെ സ്റ്റക്ക് ആയി പോകും. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ വരണം. Then the next step is called as getting the result. Arnold had a very clear result. He would say my biceps should be this many inches, my chest should be this many inches, etc. etc. അയാൾ ഒരു ബുക്കിന് എഴുതി വെച്ചു, ഞാനൊരു ഗ്രേറ്റസ്റ്റ് ബോഡി ബിൽഡർ ആവണമെങ്കിൽ എന്റെ ബൈസെപ്സ് ഇങ്ങനെ ആയിരിക്കണം, എന്റെ ചെസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം, എന്റെ ഷോൾഡേഴ്സ് ഇങ്ങനെ ആയിരിക്കണം. He wrote down every part of that very very clearly, and after writing down this he went to the third step. ബൈസെപ്സ് ഓർ ചെസ്റ്റ് ഉണ്ടാക്കണം എന്ന് എഴുതി വെച്ചാൽ മാത്രം പോരാ. ദിസ് റിസൾട്ട് ഇസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. വാട്ട് ഇസ് ഇൻ മൈ കൺട്രോൾ ഇസ് ദ ഇൻപുട്ട്. അതിന് വേണ്ടി എടുക്കുന്ന എഫേർട്സ്. ഇവിടെ എഴുതി വെച്ചു ഞാൻ ഡെയിലി ഒരു 100 പുഷപ്പ് എടുക്കും, ഓർ ഐ വിൽ ഡു 100 സിറ്റ്-അപ്സ്, എക്സെട്ര എക്സെട്ര. ഹി സേസ് ഈ ഇൻപുട്ട് ഇസ് ഇൻ മൈ കൺട്രോൾ. എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഇത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി എവിടെ എത്തി, എന്റെ വിഷനിലോട്ട് ഞാൻ എത്തിയിരിക്കും. ഇത് എഴുതി കഴിഞ്ഞാൽ then this becomes his Bible. പിന്നെ ഒന്നും നോക്കണ്ട, extreme implementation. Monday to Sunday, every day morning, he will get up at 5 o'clock and he will work out, etc. till night 11 p.m. Non-stop hard work without any fail, and that is how he became successful. So friends, ഇത് ക്ലിയർ ആയിട്ട് ചെയ്താൽ ഇൻപുട്ട് അച്ചീവ് ആയി. ഇൻപുട്ട് കിട്ടുമ്പോൾ റിസൾട്ട്സ് കിട്ടും. റിസൾട്ട്സ് കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എവിടെ എത്തുന്നത്, you achieve the vision what you have. So friends, നിങ്ങൾക്കും ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും we have to go by 4 steps: vision, result, input, extreme implementation. Now I will tell you financially നിങ്ങൾക്ക് വിഷൻ ഉണ്ടായിരിക്കണം, റിസൾട്ട് ഉണ്ടായിരിക്കണം, എല്ലാം ഫൈനാൻഷ്യലി പറഞ്ഞുതരാൻ പോവാണ്. അതിന്റെ ഇൻപുട്സ് ഉണ്ടായിരിക്കണം, and you should be able to implement it. Step number 1 is called as vision. Friends, നിങ്ങൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ടാവും. You will be having different visions. I want to become the best businessman in the world, etc. എന്ത് വിഷൻ വെക്കുകയാണെങ്കിലും അതിന്റെ കൂടെ you should always keep a vision of what should be the value of my business. Valuation എന്നാണ് ഇതിന് പറയാം. This is a very interesting factor because I can give you a practical example. Zomato. Friends, ഈ Zomato എന്ന് പറയുന്ന കമ്പനി is having a loss of around 1,500 crore. ലോസിലാണ്, പ്രോഫിറ്റിലല്ല. ഓക്കെ, പക്ഷേ ഈ കമ്പനിയുടെ ഇന്നത്തെ വാല്യുവേഷൻ $3.9 billion ആണ് ഇതിന്റെ വാല്യുവേഷൻ. സോ ഇത് ലോസ് മേക്കിംഗ് കമ്പനി ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. ആൾക്കാർ ഇതിലോട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് Zomato is running very very smoothly. ഇത് തുടങ്ങിയ ആൾക്കാർ they are very very rich today. Why? Because he created a very big asset which is called as Zomato. Similarly, the other company Swiggy, it is having a valuation of $3.6 billion just next to Zomato. Huge valuations.
സ്വിഗ്ഗിയുടെ കണക്ക് നോക്കിയാലും അവർ ആക്ച്വലി ലോസിലാണ്. യു ക്യാൻ ടോക്ക് അബൌട്ട് മെനി അതർ ഫാക്ടേഴ്സ്, ബൈജൂസ് ആപ്പ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. ഇവരെല്ലാവർക്കും ഹ്യൂജ് വാല്യുവേഷൻ ആണ്. ഈ വാല്യുവേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന് ഓക്കെ ഫ്യൂച്ചറിൽ എത്ര സ്കോപ്പ് ഉണ്ട് അത് നോക്കിയിട്ടാണ് വാല്യുവേഷൻ ചെയ്യുക. വെൻ ഐ ഡു വാല്യുവേഷൻ അതൊരു മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ വാല്യുവേഷൻ ചെയ്യുക. പക്ഷെ ഈ വാല്യുവേഷനിൽ കിട്ടുന്ന വാല്യൂ നിങ്ങൾ ഡ്രീം ചെയ്യണം, ആദ്യം വിഷനിൽ വെക്കണം. എന്റെ കമ്പനി ഇറ്റ് ഷുഡ് ബി 100 crore വാല്യുവേഷൻ കമ്പനി, ഇറ്റ് ഷുഡ് ബി 200 crore വാല്യുവേഷൻ കമ്പനി. അങ്ങനത്തെ ഒരു വിഷൻ വെച്ചാൽ മാത്രമല്ലേ അതിൽ എത്താൻ പറ്റുള്ളൂ. വിഷൻ വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റൂല. പ്രോഫിറ്റ്സ് ദെൻ ബിക്കം സെക്കൻഡറി, ബട്ട് വാല്യുവേഷൻ ബിക്കംസ് പ്രൈമറി. ആൻഡ് ഏത് ബിസിനസ് ആണെങ്കിലും നാളെ വിജയിക്കണമെങ്കിൽ the best way to win is create value for your business. നിങ്ങൾ ഒരു നല്ല പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വാല്യൂഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നല്ലൊരു വാല്യൂഷൻ കിട്ടൂല. സോ ദാറ്റ് സ്റ്റെപ്പ് നമ്പർ 1 ഫ്രണ്ട്സ്. കീപ് എ വിഷൻ വിച്ച് ഇസ് ക്രിയേറ്റ് എ ഹൈ വാല്യൂഷൻ ഫോർ യുവർ കമ്പനി. റൂൾ നമ്പർ 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട്. വാല്യൂഷൻ ഒരു 100 കോടി 200 കോടി തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 2 is where you keep the result. റിസൾട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻ ഫൈനാൻഷ്യൽ ലാംഗ്വേജ് ഐ വുഡ് സേ യു ഷുഡ് ക്രിയേറ്റ് എ ബഡ്ജറ്റ്. There are 3 types of budgets which comes there. One is called as budgeted profit and loss account. Other one is called as budgeted cash flow. And the last one is called as a budgeted balance sheet. ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബഡ്ജറ്റ് നിങ്ങൾക്ക് പറയും അടുത്ത കൊല്ലം എന്റെ സെയിൽ ഒരു 100 കോടി ആയിരിക്കും, എന്റെ ചെലവ് ഒരു 70 കോടി ആയിരിക്കും, അതുകൊണ്ട് എന്റെ ലാഭം എത്ര ഉണ്ടാവും, 30 കോടി ഉണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് അറിയാൻ പോകുന്നത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ അറിയേണ്ട ഒരു ബജറ്റിന് പറയുന്ന പേരാണ് ബജറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്യാഷ് ഫ്ലോ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. കാരണം കുറെ കമ്പനിയിൽ ലാഭം ഉണ്ടാവും പക്ഷെ ക്യാഷ് ഉണ്ടാവില്ല. നമ്മുടെ ബിസിനസ് ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അവിടെ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് ബജറ്റഡ് ക്യാഷ് ഫ്ലോ. ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോ ഒരു 100 കോടി ആയിരിക്കും, പക്ഷെ എന്റെ ഔട്ട്ഫ്ലോ ചിലപ്പം മേ ബി ഇറ്റ് വിൽ ബി അറൌണ്ട് 80 crore. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൊല്ലം അവസാനം ആകുമ്പോഴത്തേക്കും എന്റെ കയ്യിൽ 20 കോടി ക്യാഷ് കൂടി വന്നിരിക്കണം. ലാസ്റ്റ് തിങ് വാട്ട് യു ഷുഡ് പ്രിപ്പയർ ഇസ് കോൾഡ് ആസ് എ ബജറ്റഡ് ബാലൻസ് ഷീറ്റ്. ഹിയർ വി ഷുഡ് ഹാവ് ദി അസെറ്റ്സ് ആൻഡ് വി ഷുഡ് ഹാവ് ദ ലയബിലിറ്റി. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്റെ അസെറ്റ് ഒരു 60 കോടി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു 200 കോടി ആയിരിക്കണം. ലയബിലിറ്റി എത്ര കുറയുന്നോ അത്രയും നല്ലത്. ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് എഴുതി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ടാർഗറ്റിലൂടെ എത്താൻ പറ്റുള്ളൂ. വിതൗട്ട് ഹാവിംഗ് എ ടാർഗറ്റ് ഹൗ ക്യാൻ വി അച്ചീവ് ദ ടാർഗറ്റ്? വൺസ് വി ക്രിയേറ്റ് ദിസ് ബഡ്ജറ്റ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഓൾ ദി ഇൻഡസ്ട്രീസ് ദാറ്റ് ഐ ഹാവ് ടേക്കൻ കെയർ ഓഫ്, VKC ആവാം, മലബാർ ഗോൾഡ് ആവാം, ഓർ എനി ഹൈ ഇൻഡസ്ട്രി, വാട്ട് ദേ ഡു ഇസ് ദേ കീപ് എ മീറ്റിംഗ് ഓഫ് ഓൾ ദ സ്റ്റാഫ്. എല്ലാരെയും വിളിച്ചിട്ട് അവർ ഈ ഡ്രീം അവരോടും കൂടി ഷെയർ ചെയ്യും, അവർക്കും കൂടി പറഞ്ഞു കൊടുക്കും. സോ എവറിബഡി ബിക്കംസ് അവെയർ ഈ കമ്പനി എവിടേക്കാണ് പോകുന്നത്. അത് വെച്ചിട്ടാണ് അവർ 3rd സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ഇൻപുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആസ് എൻ എന്റർപ്രണർ യു ഷുഡ് സ്പെൻഡ് ഓൺലി 5 days ഇൻ യുവർ ബിസിനസ്. 25 days ഹാസ് ടു ബി സ്പെൻഡ് ഓൺ ഗ്രോയിങ് യുവർ ബിസിനസ്. ഇത് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് പോസിബിൾ ഓൺലി ഇഫ് യു ഹാവ് എ ഗുഡ് സിസ്റ്റം. വെറുതെ പെട്ടെന്ന് ബിസിനസ് മാറി നിന്നാൽ ഇറ്റ് വിൽ ബാക്ക് ഫയർ, ഇറ്റ് വിൽ ബി ഹ്യൂജ് ഡാമേജ്. നല്ലൊരു സ്ട്രോങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then your business is strong. Company after that runs on its own, and that is what everybody requires. Company running on its own. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we should create JD means job description. നിങ്ങളുടെ കമ്പനിയിൽ ഒരു 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഓരോ ആൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് ക്ലിയർ കട്ട് ആയിട്ട് JD എഴുതി വെക്കണം. ഈ JD എഴുതി കഴിഞ്ഞാൽ we have to do something called as a performance measurement. പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം അവസാനം ആവുമ്പോൾ നമ്മളൊരു സ്റ്റാഫിന് സാലറി കൊടുക്കുന്ന സമയത്ത് ഈ സാലറി കൊടുക്കുന്നത് ഇസ് ഇറ്റ് വർത്ത് ദ മണി വാട്ട് വി ആർ പേയിങ് ഹിം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റണം. നമുക്ക് മാത്രമല്ല സ്റ്റാഫിന് ചോദ്യം ചെയ്യാൻ പറ്റണം. അയാൾക്ക് നാളെ ഒരു ഇൻക്രിമെന്റ് ചോദിക്കാൻ വരണമെങ്കിൽ ഹി ഷുഡ് ഡു എ ഗുഡ് ജോബ്, ഓൺലി ദെൻ വി ഷുഡ് ബി ഏബിൾ ടു ഗിവ് ഹിം ഇൻക്രിമെന്റ്. സോ അങ്ങനെ ഒരു ട്രാൻസ്പാരന്റ് പോളിസി ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റാഫ് വിൽ ബി മോട്ടിവേറ്റഡ് ടു വർക്ക് മോർ. കാരണം അവർ നന്നായിട്ട് വർക്ക് ചെയ്താൽ ലാഭം കൂടും. ലാഭം കൂടുമ്പോൾ അവർക്കും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അവർക്ക് കിട്ടിയിരിക്കും. ദിസ് സിസ്റ്റം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ കമ്പനി വിൽ റൺ ഓൺ ഇറ്റ്സ് ഓൺ. യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് ടൈം ഓൺ ദ കമ്പനി. 5 days എന്തിനാന്ന് വെച്ചാൽ ദിസ് 5 days is basically broken up into 4 days which and 1 day. ഈ 4 days നമ്മൾ വെക്കുന്ന ഒരു മീറ്റിംഗിന് പറയുന്ന പേരാണ് WDRM. This is what we call it as MDRM.
ഫ്രണ്ട്സ്, ഇത് VKC എന്ന് പഠിച്ച ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഇപ്പം പറയുന്നത്, ആൻഡ് ഐ എം അപ്ലൈങ് ദിസ് ഇൻ മൈ ഓൺ ലൈഫ് ഓൾസോ. WDRM മീൻസ് വീക്ക്ലി ഡയറക്ടേഴ്സ് റിവ്യൂ മീറ്റിംഗ്. എല്ലാ സാറ്റർഡേസും മൺഡേ ടു ഫ്രൈഡേ അവിടെ ചെയ്ത എംപ്ലോയീസ് എന്തൊക്കെ വർക്ക് ചെയ്തു അവർ വന്ന് പ്രസന്റ് ചെയ്യും ഇൻ എ മീറ്റിംഗ്. ഞാൻ ഈ ആഴ്ച ഇതൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ സ്വന്തം അങ്ങോട്ട് ചോദിക്കാതെ അവർ ഇങ്ങോട്ടേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ദേ ആർ വെരി മച്ച് മോട്ടിവേറ്റഡ് ടു ഗിവ് ദയർ ബെസ്റ്റ്. അപ്പൊ എല്ലാ സാറ്റർഡേസും അവർ മൺഡേ ടു ഫ്രൈഡേ എന്തൊക്കെ വർക്ക് ചെയ്തു, എങ്ങനെ കമ്പനീനെ ബെനിഫിറ്റ് ചെയ്തു, അവർ ഇങ്ങോട്ട് വന്നിട്ടാ പറയാം. ആൻഡ് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ JD പ്രകാരമാണ് പറയാ, നമ്മുടെ പെർഫോമൻസ് മെഷർമെന്റ് നോക്കിയിട്ടാണ് പറയാ, നമ്മുടെ വിഷനിലോട്ട് എത്താനുള്ള എഫേർട്ട് നോക്കിയിട്ടും ആണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൂടാതെ മന്ത് എൻഡ് ആയി കഴിഞ്ഞാൽ we have to keep an MDRM. MDRM is kept normally on 7th of every month. That is nothing but monthly directors review meeting. ഇവിടെ ഒരു മാസം അവസാനമാകുമ്പോൾ ആ മാസത്തിന്റെ ഓവറോൾ പെർഫോമൻസും കൂടി പറയും. ഇത് പറയുമ്പോഴത്തേക്കും ഇവിടെ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, അവരുടെ തീരുമാനങ്ങൾ ഡിസിഷൻസ് ഒക്കെ ഓറലി പറഞ്ഞിട്ട് അത് റൈറ്റിംഗിൽ ഒരു മിനിറ്റ്സ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അത് ഈ സ്റ്റാഫ് ഒക്കെ പിന്നെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ you get 25 days completely free, and for this 25 days you can freely work for your growing your business. That is what is told over here, friends. Extreme implementation, where you create a system, detailed GD, performance measurement, and with that go for extreme implementation. Ingane cheyidu kayinal you become free and your business will make money for you, so you become rich, you become happy, and you become successful. Friends, I will wind up my session with this. I hope this session was helpful to all of you. I'll now give you some time. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. Doubts എന്ന് പറയുന്നത്, you can ask doubts about taxation also. I didn't cover any technical taxation here. You can ask doubts about any business related points that is coming in your mind. ഹലോ. ഹായ് രാകേഷ്. ഹായ്. ദെൻ വളരെയധികം സന്തോഷമുണ്ട്, ഇന്നലത്തെ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയായിരുന്നു. എനിക്ക് സംശയം ചോദിക്കാനുള്ളത് ടാക്സേഷൻ റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ഫീൽഡാണ്. നിലവിൽ നമ്മളൊരു 2 to 8 years ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടാണ്, നമ്മൾ കുറച്ച് വൈഡ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 1-2 ആൾക്കാരായിട്ട് അന്വേഷിച്ചപ്പോൾ ബുക്സും അത്തരത്തിൽപ്പെട്ട പ്രൊഡക്റ്റുകൾക്ക് ടാക്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിൽ നമ്മൾ കുറച്ച് ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലക്കാർഡ്സുകൾ വരുന്നുണ്ട്, കുറച്ച് ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ടാക്സേഷൻ എങ്ങനെയാണെന്നൊന്ന് സാർ ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ. I will explain this to you. നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആണോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആണോ? ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്, പക്ഷെ മെറ്റീരിയൽ ഓറിയന്റഡ് ആണ്. ഇപ്പൊ നമ്മളൊരു 1 year ആണ് ഈ ഒരു പാക്കേജ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ മൊത്തം മെറ്റീരിയൽ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. ദെൻ അവർക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അവര് സൂമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അവര് ഗൈഡൻസ് കൊടുക്കും. ഓക്കെ. ഐ വിൽ എക്സ്പ്ലെയിൻ. നിങ്ങൾ പ്രൈവറ്റ് ട്യൂഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കൂളിലെ പോലെ SSLC ആ സിലബസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ് ആണോ റൺ ചെയ്യുന്നത്? അത് മനസ്സിലായില്ലേ? സാറിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിങ്ങളുടെ പ്രൈവറ്റ് ട്യൂഷൻ സെന്റർ ആണോ അല്ലെങ്കിൽ ഇപ്പം ലെറ്റ്സ് സേ നമുക്കിപ്പോ ഇവിടെ ഭാരതി വിദ്യാഭവൻ, ദേവഗിരി സ്കൂൾ, അങ്ങനെ ഒരു പ്രോപ്പർലി SSLC സിലബസ് CBSE സിലബസിന്റെ ക്യാമ്പസ് വെച്ചിട്ട് CBSE അഫിലിയേഷൻ എടുക്കുന്ന ക്ലാസ് ആണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ട്യൂഷൻ ആണോ? ട്യൂഷൻ അല്ല, നിലവിൽ ഇപ്പൊ ഒരു കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഇനി സ്കൂളിലോട്ട് പോയി തുടങ്ങാൻ കുറച്ചാവുമല്ലോ. അപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ച് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കണമെന്ന് ഒരുപാട് പാരന്റ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ഓവറോൾ ഒരു എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആലോചിച്ചത്. മനസ്സിലായി. See, I'll explain to you. Actually GSTയുടെ നിയമത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പല ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ് കിട്ടുന്നത്. I will give you the overall picture of this. See, actually speaking, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ GST ഇല്ല. We use the term called as exempt എന്ന് പറഞ്ഞ പേരാണ് ഉപയോഗിക്കുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഒരു ദേവഗിരി CMI സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂൾ കാലിക്കറ്റിലുണ്ട്. ഓക്കെ. ഇവർ റൺ ചെയ്യുന്നത് SSLC സിലബസും റൺ ചെയ്യും, CBSE സിലബസും റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. 2 സിലബസ് റൺ ചെയ്യുമ്പോഴും അവർക്ക് സപ്പോസ് ആസ് എ പാരന്റ് ഞാൻ ഒരു 40,000 റുപ്പീസിന്റെ ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ there is no GST.
ഓക്കെ, Okay. ഇവർ എന്ത് ചെയ്യുന്നു, ഈ 40,000 എന്ന് പറഞ്ഞ രണ്ട് ബ്രേക്കപ്പ് ഉണ്ട്. One is called as tuition and the other one is the books provided. Am I right? Okay. 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 ഒരിക്കലും ഈ ബുക്സ് ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റൂലല്ലോ. ഇല്ല. അപ്പം this supply is what we call it as a composite supply. Okay. സപ്ലൈയിൽ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ട്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം എക്സെപ്റ്റ് ആണെങ്കിൽ അതിന്റെ താഴെ വരുന്ന ബുക്സും കൂടി എന്തായിട്ട് മാറും, എക്സെപ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, Okay. ബട്ട് വേറെ കാര്യമുണ്ട്, പ്രൈവറ്റ് ട്യൂഷൻസ് ആണെങ്കിൽ, ഓക്കെ, കണ്ടക്ടിങ് പ്രൈവറ്റ് ട്യൂഷൻസ് ആണെങ്കിൽ അവർക്ക് ഈ എക്സംഷൻസ് ഇല്ല. ഈ എക്സംഷൻസ് മെയിൻ ആയിട്ട് വരുന്നത് പ്രീ സ്കൂൾ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ എക്സംഷൻ കൊടുക്കുന്നുള്ളൂ. മനസ്സിലായോ? നിങ്ങളുടെ പ്രൈവറ്റ് ട്യൂഷൻ ആണെങ്കിൽ, നിങ്ങളുടെ മെയിൻലി വരുന്ന ട്യൂഷൻ ഫീ 40,000 ആണെങ്കിൽ ദാറ്റ് വിൽ കം അണ്ടർ GST. ഓക്കെ, വൺസ് ദാറ്റ് കംസ് അണ്ടർ GST, അതിന്റെ തൊട്ട് താഴെ വരുന്ന ബുക്സും കൂടി എന്തായിട്ട് മാറും, കോമ്പോസിറ്റ് സപ്ലൈയിലാണ് വിടുക. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കൂടി എന്ത് വന്നിരിക്കും, GST വന്നിരിക്കും. കാരണം നിങ്ങൾ ചാർജ് ചെയ്യുന്ന ഫീസ് കൺസോളിഡേറ്റഡ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഐ വുഡ് സജസ്റ്റ്. അത് മാത്രമല്ല വേറൊരു കോംപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് ഈ ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ മുകളിലാണ്. ഓക്കെ, ഓൺലൈൻ ട്രെയിനിങ് എടുക്കുമ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ് അവിടെ വരുന്നത്. ഒന്ന്, യു ആർ ഡൂയിങ് ട്രെയിനിങ്, ശരിയല്ലേ? രണ്ടാമത്തെ, യു ആർ ഡൂയിങ് ഇറ്റ് ഓൺലൈൻ. ഓക്കെ, പ്രീ സ്കൂൾ ട്രെയിനിങ് ചിലപ്പോൾ എക്സംപ്റ്റ് ആയിരിക്കും, പക്ഷെ ഓൺലൈൻ സർവീസസ് ചിലപ്പോൾ എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. അങ്ങനെ വീണ്ടും അവിടെ എന്ത് വന്നു, ഒരു കോൺഫ്ലിക്ട് വന്നു. ശരിയല്ലേ? അപ്പൊ കോൺഫ്ലിക്ട് വീണ്ടും ഡിപ്പാർട്ട്മെന്റ്, GST ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യാ, അവരെപ്പോഴും പൈസ പിടിക്കാനല്ലേ നോക്കുള്ളൂ. അപ്പൊ അവർ ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഷൂട്ട് ചെയ്യും. ഓക്കെ, ഈ ചോദ്യങ്ങൾ ഇപ്പോഴല്ല വരിക, ഇറ്റ് വിൽ കം ആഫ്റ്റർ 5 years. മനസ്സിലായോ? സോ ബേബി നിങ്ങൾ നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കി, ലെറ്റ്സ് സേ 1 CR ടേൺ ഓവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരു 18% എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 18 lakhs. ഇത് ഒറ്റയടിക്ക് 5 years എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. So if it's a private tuition, I would say it is liable to GST. But if it's a preschool recognized course ആണെങ്കിൽ it is not liable to GST. പ്രൈവറ്റ് ആയതുകൊണ്ട് മിക്കവാറും ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എക്സാക്ട്ലി, അങ്ങനെയാണ് വരിക. അതെ. ഓക്കെ, ശരി എന്നാൽ താങ്ക് യു. ഐ തിങ്ക് കുറെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. George Bernard, thank you for the wonderful presentation. Thank you so much, George. I wanted to ask as a practicing architect, how can I set aside 25 days? Okay, I'll explain that to you. George, you are an architect, right? So as an architect, you are a technically expert person. Am I right? I am a chartered accountant. I am also a technically expert person. ശരിയല്ലേ? അപ്പം എന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെയും എന്റെ ഓഫീസ് ശരിക്കും പറഞ്ഞാൽ റൺ ചെയ്യൂല. വേറെ എക്സാമ്പിൾ എടുക്കാം, Doctors are also technically expert people. Okay, our doctors in they have to work for their business. But if you look, there are many big architectural firms, and maybe the best example would be Baby Memorial Hospital, that is run by a doctor. But what he did was, rather than working as a doctor, he created an asset in a way that other doctors are working for him. Same way, for me, in my office, I have technically expert people, I have chartered accountants, I have company secretaries who are working for me. But on top of that, and the intervention. So as a technically skilled person, maybe 5 days, 7 to 10 days, you can invest and you can actually clear it up. Moreover, architect main revenue existing clients. Once you have an existing client, refer to the clients and build it. So even if you spend around 10 to 12 days on your existing clients, it's absolutely fine. But in the long run, I would suggest grow to a point where you can hire more architects who can do your work and you can focus on developing more and more. Okay? Yes. Next doubt was Taufik. Hi, Taufik. Hi, sir. Fine, sir. In this period of uncertainty, how long could we probably foresee for making an orientation plan for a new business? Taufik, let me answer this question to you. These times are bad. Not only for you, these times are bad for everybody. Am I right? But we are all human beings. We have to survive. Choice illa. We have to survive. For example, for me, I am more into a training and a passion training on it. I take classes and one big chunk of revenue comes from practice, from the training part. COVID, I ended up losing it completely. It became absolutely zero. But then, what is the thing? I have two choices in my mind.
oh god, I lost my revenue എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാം. Or second question as a rich dad is asking, how can I make more revenue എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് പിന്നെ വന്നത് ഓൺലൈൻ ഇസ് ദ ഓൺലി സൊല്യൂഷൻ ലെഫ്റ്റ്, ലെറ്റ് മീ സ്റ്റാർട്ട് ഓൺലൈൻ ക്ലാസ്സസ്. ഇനീഷ്യലി കുറെ സ്ട്രഗിൾ ചെയ്തു, ഒരു സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സമയം എടുത്തു. But once it is ready today, now my classes are happening not only in South India, it's also happening in Mumbai and in the North also. There are coaching centers who are streaming my class. ഞാൻ ഇവിടെ നിന്നിട്ട് ക്ലാസ് എടുക്കുന്നത് ഒരേ സമയത്ത് അത് കേരള, കർണാടക, തമിഴ്നാടു, മഹാരാഷ്ട്ര. It's streaming in all the places. So my request to you, Taufik, is that times are not good, but we are tougher than the times which are there in front of us. Every day keep asking yourself this question: how can I improve? How can I grow? How can I grow? Trust me, very soon you will get the answer from your subconscious mind, and that will be game turning. I have seen this happen to many people. That's why I'm telling you. I'm not telling it just to make you positive. It is from practical experience that I have seen with many people. Okay? Okay, sir. Thank you. Tarun, I have a doubt. Yes. Yeah. Please. Tarun, I'm a person who is getting commissions. Okay. One minute. I'm not able to know who's speaking. I'm so sorry. Who's speaking? Tarun, Anu. Anup Achyutan. Yes, Anu. Parayu. Tarun, I'm a person who is getting commissions. Okay, that is payouts from the banks. Okay. Okay. I'm working as an independent person, so I'm getting the payout from the bank. So Your voice is not clear. Can you please repeat once again? I'm a person, independent person, working for the banks. Okay, as a DSA, Okay. direct sales associate with the bank. Okay, you're associating with a bank and you're doing, and your main revenue comes from commission, is it? Yeah. Okay. So they are charging me 23% as that is 5% TDS and 18% GST. 18% GST and they are charging you 5% as TDS, correct? TDS can be refunded, Correct. but this 18% GST, as a person working in the financial industry, how can I get it returned or something like that? How can I? That's a very good question, Anup. Okay, I'll just share with you first my experience, then I'll come back to your point. Okay, this TDS is coming under income tax. Okay, Yes. and this is coming under GST. Okay. Okay. India has got two types of taxes. One is direct tax and the other one is indirect tax. Both the ways they're taking money from us. All right. I'll just tell you for my scenario. I'm a trainer. Okay. So as a trainer, let us say if I do training and I'm making an income of 1 lakh rupees. All right. On this 1 lakh rupees, as you told, for you they are deducting 5%, right? For me they deduct 10% because I'm a professional. It comes under 194J. They will deduct 10,000. Forget about that. GST I have to pay 18%. Okay, that turns out to be 18,000. This 10% is not my botheration. My botheration is that when I do training, I have no expense against this. Training I will go take. In fact, they will even bear my travel expenditure also, food, stay, everything the company will bear. So this 1 lakh becomes my direct profit. Now on this 1 lakh of profit, if I talk about a 30% taxation, I'm paying another 30% income tax. So now, if you ask me 30 plus 18, I'm paying 48,000 of tax on 1 lakh of revenue, which is almost effectively coming to 48,000. Are you getting my point? If you ask me how I can reduce my taxes, it's almost impossible because that's how the law is made. Only way you can save your 18% GST is if you have some input tax credit. You will be having some input tax credit. For example, small credits will be, you will be having your telephone bills available with you, correct? You must be paying rent. There must be some GST coming on rent. Focus on your expenditure side. Every expense, if possible, if you can get a GST bill, that output tax can be saved. You can reduce that and pay it. Maybe you go and buy a mobile phone, you buy a computer, you buy any asset, even then you can claim the input tax credit for that. Apart from that, saving money is absolutely, there's no choice because as per the law, they are giving you 18% over and above your income. Right? So that is where the department is actually catching hold of us. So try increasing your ITC. Thank All you. right? Thank you. Thank you. I think in chat box there are some more doubts. Okay, Sufyan Bhai, wonderful session. Thank you so much, Sufyan Bhai. Taufik, I have cleared your doubt. Jalil, what is the procedure to change the auditor to another? Oh, Jalil Bhai, I don't think there is any complicated procedure. Just tell the new CA you want to change. He will send a letter to the old CA. We have a strict code of ethics. So once we send a letter to the old CA, then the old CA says, okay, my fees is not pending.
this client is not a headache client, he's an ethical person, you can shift over. Then the new CA can hand over the work from the old CA. Okay. Okay, thank you very much. Yes, Jalil bhai, I couldn't hear you, sorry. No, I say thanks a lot. You asked me The range- clear my doubt. Like range changing issue ഉണ്ടല്ലോ. auditor to other. അവിടെ ഒന്നും കേൾക്കുന്നില്ല. റേഞ്ച് ഇഷ്യൂ ഉണ്ടല്ലോ ജലീൽ ഭായ്. No, actually I asked for changing the auditor from one to another. Okay. So Okay. you answered, then I told us thanks. Okay. Thank you. Thank you. Thank you so much, Jalil bhai. Thanks a lot. Friends, any other doubts? ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു. Hello. യാ, ചോദിക്കൂ. Hi Rehan. പറയൂ. Hello. Audible, sir. യാ, audible. Yes. Okay. Sir, my name is Rehan. ഞാൻ കണ്ണൂരാണ് സ്ഥലം. ഇപ്പൊ ഒരു CA സ്റ്റുഡന്റ് ആണ്. Okay. സർ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഇപ്പൊ സാർ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാർ ആദ്യം VKCയിലും മലബാറിലാണ് പിന്നെ Wait. Voice full break ആവുന്നു. വന്നത് നമ്മളിപ്പം നല്ല രീതിയിലുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? Rehan, 1 minute. ആദ്യം സംസാരിച്ച് ക്ലിയർ ആയിരുന്നു, പിന്നെ ഫുൾ ഒന്ന് ബ്രേക്ക് ആയി. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കുമോ? റൈഹാൻ പറയൂ. ഓക്കെ സാർ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് നമ്മളിപ്പം സ്റ്റാർട്ടപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇനീഷ്യലി ഇപ്പൊ നമ്മളിപ്പോ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇനീഷ്യലി ഒരു കുറച്ച് ഇയേഴ്സ് ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കമ്പനീസിൽ വർക്ക് ചെയ്തിട്ട് ഒരു ക്യാപിറ്റലും ഒരു മാർക്കറ്റ് ഇൻഡസ്ട്രിയിലെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ കയ്യിൽ ഇല്ലതിന് ശേഷം ബിസിനസ്സിലേക്ക് പോകുന്നതാണോ ബെറ്റർ, അല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടേതായിട്ട് ഒരു ഓൺ ബിസിനസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ്പീരിയൻസ് നമ്മൾ എടുക്കുന്നതായിരിക്കുമോ ബെറ്റർ? Rehan, I'll share with you an experience of one other person. Okay, പുള്ളി ഒരു CA തന്നെയാണ്, ഇപ്പൊ ഒരു ഫാക്കൽറ്റി കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പുള്ളിയുടെ പേര് വിപിൻ ആണ്. ഓക്കെ, CA വിപിൻ. ഓക്കെ, ഈ CA വിപിൻ എന്ന് പറയുന്ന ആള് ഈ ക്വാളിഫൈഡ് റീസെന്റ് 2018 എന്തോ ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. ഓക്കെ, ആദ്യം തന്നെ എന്നെ വന്ന് കണ്ടു, എന്നിട്ട് ചോദിച്ചു എനിക്ക് ജോബ് എടുക്കണോ പ്രാക്ടീസ് എടുക്കണോ. പുള്ളി എന്നിട്ട് ഫൈനലി തീരുമാനിച്ചു എനിക്ക് പ്രാക്ടീസ് ആണ് താല്പര്യം, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ഒറ്റയടിക്ക് പ്രാക്ടീസിലോട്ട് കയറി. ഓക്കെ, നൗ ഇറ്റ് ഇസ് 2021. He is having very good client base in Calicut. Okay, that is surprising കാരണം ഞാൻ അത്രയും പെട്ടെന്ന് ക്ലയന്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിച്ചില്ല. സോ ഞാൻ ആദ്യം ജോലിയിൽ ചെലവാക്കിയ സമയത്ത് എനിക്ക് ഫിക്സ്ഡ് സാലറി കിട്ടുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ലോസ് ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ അന്ന് ഓർത്തിട്ടില്ല. ഇപ്പം ഞാൻ കാണുമ്പോഴാണ് എനിക്ക് അതൊരു നഷ്ടമായിട്ട് കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് ഇറ്റ്സ് മോർ ഓഫ് എ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉണ്ടെങ്കിൽ എന്റെ സജഷൻ നേരെ പ്രാക്ടീസിലോട്ട് ഇറങ്ങുന്നത് തന്നെയായിരിക്കും. ദാറ്റ് വിൽ ബി ബെറ്റർ. കാരണം യുവർ ഗ്രോത്ത് പിന്നെ അൺലിമിറ്റഡ് ആണ്. സ്റ്റാർട്ടിങ് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ബട്ട് വെൻ യു ടോക്കിംഗ് അബൌട്ട് സ്റ്റാർട്ടപ്പ്, നിങ്ങളിപ്പോ CA പ്രാക്ടീസ് അല്ലാതെ വേറെ വല്ല സ്റ്റാർട്ടപ്പ് ആണോ ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടി ക്യാപിറ്റൽ റിക്വയർമെന്റ് എത്ര ഉണ്ട് അതും കൂടി എനിക്ക് അറിയണം. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് മൈ അതർ സ്റ്റുഡൻസ്, ഹർ നെയിം ഇസ് ഐശ്വര്യ. അവൾ അന്ന് വിളിച്ചിട്ടായിരുന്നു ദാറ്റ് ഷീ വാണ്ട്സ് ടു ഡു ആൻ IT, ഒരു ടെക് ബേസ് സാധനം ചെയ്യണം. അതിനൊരു 40-50 lakhs ഫണ്ട് ആവശ്യമുണ്ട്. ഓക്കെ, അവൾക്ക് ആ ഫണ്ട് പെട്ടെന്ന് ഇപ്പൊ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഷീ ഹാസ് നോ ചോയ്സ്. അവളിപ്പം ജോബ് എടുത്തിട്ട് ഒരു 12 lakhs per annum ഒരു സാലറി എടുത്തിട്ട് ഒരു 2 years വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീൽ ഗെറ്റ് എ ലോൺ ഫ്രം എ ബാങ്ക്. അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് അവൾ മാറ്റി വെച്ചിരിക്കുന്നത്. സോ എവറിബഡി ഹാസ് ഗോട്ട് ദെയർ ഓൺ ദിസ് തിങ്. ഇഫ് യു ഹാവ് എ സെറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് റെഡി ടു ഇൻവെസ്റ്റ്, ഗോ ആൻഡ് സ്റ്റാർട്ട് ഓഫ്. ബിക്കോസ് ഒരിക്കലും ജോലി കയറി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവിടുന്ന് ഇറങ്ങി പുറത്ത് വന്നിട്ട് വേറെ സാധനം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഡൂയിങ് ബിസിനസ് ഇസ് നോട്ട് ഈസി. ഭയങ്കര ഒരു പേടിയായിരിക്കും. കിട്ടുന്ന പൈസ പോവല്ലേ, യു വിൽ നോട്ട് ഫീൽ ലൈക്ക് ലിവിങ് ഇറ്റ്. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അബ്ദുറഹ്മാൻ ഭായ് പറയൂ. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ നമ്മളിപ്പോ ഒരു മന്ത്ലി നമുക്കൊരു 10 lakh പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മള് ഈ മാസം ലാസ്റ്റ് നമുക്ക് ആ പൈസ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ആ പ്രോഫിറ്റിന്റെ. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? അതിനൊരു സൊല്യൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ക്യാഷ് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അത് നമുക്കത് മനസ്സിലാവണം. എവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സാധനമാണ് ബഡ്ജറ്റഡ് ക്യാഷ് ഫ്ലോ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ,
ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട സാധനമാണ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. വാട്ട് ഈസ് യുവർ ബിസിനസ്? നിങ്ങളുടെ ബിസിനസ് എന്താണ്? ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽ, സാനിറ്ററി. ശരി, ഹാർഡ്വെയർ ആകുമ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ഒരു സെയിൽ, സപ്പോസ് ഒരു ലെറ്റസ് ഒരു 10 ലാഖിന്റെ സെയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ അഗൈൻസ്റ്റ് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? പർച്ചേസ് വരുന്നുണ്ടാവും, ശരിയല്ലേ? പർച്ചേസ് മേ ബി ഒരു 6 lakhs വരുന്നു എന്ന് വിചാരിക്കാം. വേറെ സാലറി എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 lakh ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ബഡ്ജറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റസ് ഏപ്രിൽ 30 ആവുമ്പോഴത്തേക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡീറ്റെയിൽസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കണം? പ്രോഫിറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 lakhന്റെ പ്രോഫിറ്റ് കിട്ടണം. അപ്പൊ നിങ്ങളുടെ ധാരണ എന്താണ്? 3 lakhന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ക്യാഷും 3 lakh വരും എന്നാണ് നിങ്ങളുടെ ധാരണ. പക്ഷേ ഒരു ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ സെയിൽ 10 ലക്ഷം ആണെങ്കിലും ഇതില് നിങ്ങൾക്ക് കിട്ടുന്ന കളക്ഷൻ ചിലപ്പോൾ 3 ലക്ഷം മാത്രമായിരിക്കും. ഓക്കെ, ഈ പർച്ചേസ് ചെയ്യുന്നതിന്റെ പേയ്മെന്റ് ചിലപ്പോൾ നിങ്ങൾ സ്പോട്ട് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നുണ്ടാവും. 6 lakhന്റെ പേയ്മെന്റ് സ്പോട്ട് ആയിട്ട് പോകുന്നുണ്ടാവും. സാലറി എന്തായാലും കൊടുക്കണം, ഒഴിവാക്കാൻ പറ്റൂല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 lakhൽ നിന്ന് 7 ലക്ഷം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് -4 lakh ആണ് ആ മാസം വന്ന ക്യാഷ് ഫ്ലോ. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കണം എവിടെയാണ് നമ്മുടെ വീക്ക്നെസ്. കളക്ഷനിലാണോ വീക്ക്നെസ് വരുന്നത്, പേയ്മെന്റിലാണോ? അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റൂല? നമ്മൾ ആ പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ടല്ലേ നമുക്ക് അറിയാത്തത്. മൈ സജഷൻ ഇസ് മേക്ക് എ ബഡ്ജറ്റഡ് ക്യാഷ് ഫ്ലോ. അത് എന്തായാലും ഉണ്ടാക്കി നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ അത് പഠിക്കണം. ഓക്കെ, എനിക്ക് ഇത്ര ക്യാഷ് വരും, ഇത്ര ക്യാഷ് പോകും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എവിടെയാണ് കൊടുക്കുന്നത്? ഏപ്രിൽ 30 വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നലെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എത്ര ഷോർട്ടേജ് ആണ് വരാൻ പോകുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാം അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. One doubt has come on the chat box. My name is Nikhil. I'm a CA student, passion for teaching, and I'm currently running a private tuition center. Whether to enter the industry or pursue teaching? Nikhil, എന്ത് ഇൻഡസ്ട്രി ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. നാളെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന്റെ മെജോറിറ്റി ചങ്കും അതിൽ പോകും. ഓക്കെ, ഇറ്റ് ഇസ് ബിഗർ ദാൻ മാരേജ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി സീരിയസ്ലി. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, എനിക്ക് ജീവിതകാലം എന്താ ചെയ്യാൻ പറ്റുക? If you enjoy job, go into job. If you enjoy teaching, go into teaching. I love both, so I'm doing both. It depends on person to person. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഫണ്ട് പൈസ നോക്കിയിട്ട് കയറണ്ട, പാഷൻ നോക്കി കയറിയാൽ മതി. മണി വിൽ കം ഓട്ടോമാറ്റിക്കലി, ദാറ്റ്സ് ഫോർ ഷുവർ. Any other doubts? Okay, any other doubts? ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസിംഗിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ആർക്കും ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും വളരെ ഗംഭീരമായൊരു സെഷനായിരുന്നു നമ്മുടെ പിന്നെ ട്രെയിനർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായി തരുൺ ഭായിന്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ഔദ്യോഗികമായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സുദീപിനെ വിളിക്കുകയാണ്, മന്ദിരകാവ് പ്രസിഡന്റ്. സുദീപ് ഓഡിബിൾ ആണോ? സുദീപ് കട്ടായോ? സുദീപ് ഓഡിയബിൾ? ഓക്കെ, എനിവേ സുദീപ് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിവേ എന്തായാലും വളരെ മനോഹരമായ സെഷൻ ആയിരുന്നു. വളരെ നന്ദി തരുൺജി. വളരെ മികച്ച രീതിയിൽ ക്ലാസ് എടുത്തു, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ തന്നു. കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ക്ലിയർ ചെയ്തു. എന്തായാലും നമ്മുടെ ബിസിനസ് ട്രൈവഡേസിൽ നാളെ വളരെ മികച്ചൊരു പ്രോഗ്രാം ആയിട്ടാണ് നാളെ വരുന്നത്. കാരണം എല്ലാ ബിസിനസ്സിനും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഏത് ബിസിനസിന്റെയും ഏറ്റവും വലിയ നട്ടെല്ല് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ ഏറ്റവും മികച്ച ഈ ഒരു ഫീൽഡിലെ ഏറ്റവും മികച്ച ട്രെയിനർ ആയിട്ടുള്ള രാകേഷ് ജി ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും നാളെ കൃത്യം 10 മണിക്ക് തന്നെ ലോഗിൻ ചെയ്ത് നമ്മുടെ ഈ ഒരു ടീമിനൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് പങ്കെടുത്ത തരുൺജിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർ അനൂപ് ജിക്കും അതുപോലെ ഇന്ന് പങ്കെടുത്ത എല്ലാ സോൺ ഓഫീസേഴ്സിനും JC മെമ്പേഴ്സിനും നോൺ JC മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു തരുൺജി വൺസ് അഗൈൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.